കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം. നടക്കാവ് മിനി ബൈപ്പാസിലെ ഔട്ട്ലെറ്റിന്റെ പൂട്ട് തകർക്കാനായിരുന്നു ശ്രമം. സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. 2 പേരാണ് മോഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം കോഴിക്കോട് ചാത്തമംഗലം കളൻതോടിലെ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിടികൂടി. അസം സ്വദേശിയായ ബാബുൽ എന്ന 25-കാരനാണ് കുന്നമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് മോഷണ ശ്രമം നടന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 2ഇടത്തും മോഷണ ശ്രമമാണ് നടന്നത്. ഒരു കേസിൽ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ, അസം സ്വദേശിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് സൂചനയുണ്ടോ? ഇതര സംസ്ഥാനക്കാരാണോ അതിന് പിന്നിലും? ടോം, ഇന്ന് പുലർച്ചെ തന്നെയാണ് 2ഇടത്തും ഇത്തരമൊരു മോഷണ ശ്രമം അല്ലെങ്കിൽ കവർച്ചാ ശ്രമം നടന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ നടക്കാവ് മിനി ബൈപ്പാസിലുള്ള ഔട്ട്ലെറ്റിലാണ് ഈ 2 പേർ ചേർന്ന് 2-അംഗ സംഘമാണ് അവർ എത്തിയത്. അവർ മുഖമൊക്കെ മറച്ച്, തലയിൽ തോർത്ത് വെച്ചൊക്കെ മറച്ചു കെട്ടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഒരാൾ മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പൂട്ട് തകർക്കാനായി ശ്രമിക്കുമ്പോൾ ഈ വലിയ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ആ പൂട്ട് തകർക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ മറ്റൊരാളൊരു ചെറിയ മേശ പോലുള്ള ഒരു സാമഗ്രി ഈ തൊട്ടിപ്പുറത്തിടുകയും, അതായത് ഇയാളിവിടെ നിന്ന് ഈ പൂട്ട് തകർക്കാൻ ശ്രമം നടത്തുന്നത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് കാണാതിരിക്കാൻ ഒരു മറയൊക്കെ ഇട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ഈ ജീവനക്കാർ ഓടിയെത്തുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ 2 പേരും സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും മറ്റ് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ ഇത്തരത്തിൽ ബിവറേജുകളിലും അല്ലെങ്കിൽ അടച്ചിട്ട കടകളിലുമൊക്കെ മോഷണം നടത്തുന്ന പ്രതികളുമായൊക്കെ ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ ഒത്തുനോക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതികളെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം. വൈകാതെ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പതിവായി ഈ പാറ്റേണിൽ മോഷണം ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ചൊക്കെയാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും മോഷണ വസ്തുക്കളായി ഈ ബിവറേജിനുള്ളിൽ പണമോ അല്ലെങ്കിൽ മദ്യക്കുപ്പികളോ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ ബിവറേജസിലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും മോഷണ ശ്രമം വിഫലമാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അനീഷ്, ഇവിടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി കവർച്ചാ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഈ കവർച്ച നടത്തിയ ഒരു മോഷ്ടാവിനെ പിടികൂടിയിരുന്നു. പലരും ഇതര സംസ്ഥാനക്കാരെന്ന പേരിൽ, അതായത് ഇവിടെ തൊഴിൽ തേടി എത്തുന്നവരാണ്. പകൽ തൊഴിൽ ചെയ്യും, രാത്രി സമയങ്ങൾ കവർച്ച നടത്തും, അതിനുശേഷം അവർ നാട് വിടും, പിന്നീട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ നാട്ടിലെത്തും. ഇങ്ങനെ ഒരു സംഘം തന്നെ ഈ കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കവർച്ചാ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചന നേരത്തെ പുറത്തു വന്നതാണ്. ഇവിടെയും അത്തരമൊരു സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അങ്ങനെ ഈ രാത്രി സമയങ്ങളിൽ ഈ കവർച്ചകൾ അടിക്കടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ രാത്രികാല പരിശോധനകളൊക്കെ ശക്തമാക്കാനുള്ള നീക്കമുണ്ടാകുമോ? ടോം, ഈ ചാത്തമംഗലത്ത് നടന്ന ഈ ATM കവർച്ചാ ശ്രമത്തിൽ പിടിയിലായിരിക്കുന്നത് ആസാം സ്വദേശിയായ ബബുൽ എന്നയാളാണ്. ഇയാൾ കുറച്ച് നാളുകളായി ഈ കുന്നമംഗലം മേഖലയിൽ താമസിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ സമർത്ഥമായാണ് ഇയാൾ ഈ കളൻതോട്ടിലെ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ചത്. പുറത്തു നിന്നുള്ള പൂട്ട് മാറ്റിയ ശേഷം ഷട്ടർ താഴ്ത്തിടുകയും അകത്തു നിന്നും ഈ ഷട്ടർ താക്കോൽ ഉപയോഗിച്ച് പൂട്ടുകയും അല്ലെങ്കിൽ ഈ താഴ് ഉപയോഗിച്ച് പൂട്ടുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇയാളുടെ മോഷണ ശ്രമം. പക്ഷേ ഈ സമയത്ത് ഈ വഴി പട്രോളിംഗ് നടത്തി വരികയായിരുന്ന SI പ്രദീപ് മച്ചിങ്ങലിൻ്റെ ശ്രദ്ധയിൽ ഈ ATMൻ്റെ പൂട്ട് തുറന്നായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ജീപ്പ് നിർത്തി അകത്തേക്ക് നോക്കിയപ്പോഴാണ് ഉള്ളിൽ നിന്നും ഈ ഷട്ടറുകൾ പൂട്ടിയിട്ടിരിക്കുന്നതായി ഈ പോലീസ് സംഘത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അതിനുശേഷമാണ് ഈ പ്രതി അകത്തുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇടപാടിനുള്ള ആൾ അല്ല എന്ന് പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തു. ഇയാളെ പിടികൂടാനായി ശ്രമിച്ചപ്പോൾ
വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ പിന്തുടർന്ന പോലീസ് സംഘം ഇയാളെ പിടികൂടുകയുമായിരുന്നു. അങ്ങനെ കോഴിക്കോട് നഗരത്തിൻ്റെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി ജോലിക്കെന്ന വ്യാജേന എത്തി താമസിക്കുകയും പകൽ ജോലിയിൽ ഏർപ്പെടുകയും രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ മോഷണം നടത്തുകയും ചെയ്യുന്നു. എന്തായാലും ഭാഗ്യവശാൽ ഈ മോഷണ കേസുകൾ, അതായത് ബിവറേജിൻ്റെ കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റിലുണ്ടായ മോഷണവും ഈ കളന്തോടിലെ ATM കൗണ്ടറിന് മുമ്പിൽ നടത്തിയ മോഷണ ശ്രമവും പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ടിടത്തു നിന്നും പണമോ മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടുമില്ല കേട്ടോ. അനീഷ്, ഈ കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ അത് 2 അംഗ സംഘമാണ് അവിടെ എത്തിയതെന്ന് സൂചനയുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? കാരണം ഇവിടെ CCTVയിൽ അതിൽ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിന് ശേഷം ഇവിടുത്തെ ഈ കവർച്ചാശ്രമത്തിന് ശേഷം അവർ മറ്റെവിടേക്കാണ് പോയത്? മറ്റെവിടെയെങ്കിലും ഈ സമീപ പ്രദേശങ്ങളിൽ കവർച്ച നടന്നിരുന്നോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ, പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസ് വളരെ വിശദമായി തന്നെ ഇക്കാര്യം പരിശോധിച്ച് വരികയാണ്. മറ്റിടങ്ങളിലൊന്നും ഇപ്പോൾ നിലവിൽ കവർച്ച ശ്രമങ്ങളോ അല്ലെങ്കിൽ കവർച്ചയോ നടന്ന വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മോഷണ രീതി പരിശോധിക്കുമ്പോൾ സ്ഥിരമായി ഇത്തരം ഈ പൂട്ട് തകർത്ത് മോഷണത്തിൽ ഏർപ്പെടുന്ന പ്രതികളാണ് എന്നാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം വലിയ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചാണ് ഈ താഴ് തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ ഒപ്പമുണ്ടായിരുന്ന അടുത്തയാൾ ഈ ഒരു മേശ ഉപയോഗിച്ച് ഇയാൾ നടത്തുന്ന ഈ മോഷണ ശ്രമം മറയ്ക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പെട്ടെന്ന് കാണാതിരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ പരിചയസമ്പന്നരായ ആളുകളാണ്. സാധാരണഗതിയിൽ ഈ സ്ഥിരമായി കവർച്ചാശ്രമം നടത്തുന്നവർ ഒരു സ്ഥലത്ത് ഒരു ദിവസം നടത്തിയാൽ പിന്നീട് ഉടൻ ആ മേഖലയിൽ നടത്താൻ സാധ്യതയില്ല. കുറച്ച് മാറി ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആവും നടത്തുക. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ പെട്രോൾ പമ്പിലും മറ്റുമൊക്കെ എത്തി കവർച്ച നടത്തുന്ന ആളുകൾ ഓരോ ജില്ലകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിലുള്ള പമ്പുകളിലേക്കും മറ്റുമൊക്കെ പോയി മോഷണം നടത്തുന്ന ഒരു പാറ്റേൺ, അത്തരത്തിലൊരു പാറ്റേൺ ആവാം ഇതെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും സമീപ കാലങ്ങളിൽ ഈ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞതും ഈ മോഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കട കുത്തി തുറന്ന് മോഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ പ്രതികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. എന്തായാലും വൈകാതെ പ്രതികളിലേക്ക് എത്താൻ കഴിയും. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരം